വ്യക്തിയോടുള്ള വൈരാഗ്യം നമ്മൾ സിനിമയോട് കാണിക്കേണ്ട എന്നുള്ളതാണ്. ഇവിടെ ഒരു കറുത്ത ഉണ്ണിയുണ്ട്, സാറിനും ഇതുപോലെ ഉണ്ട്. മമ്മൂക്കയ്ക്കുള്ള സാധനമാണ്, പുള്ളിയുടെ ഭാഗ്യമാണ്. ചിലപ്പോൾ എനിക്കും ഇതൊരു ഭാഗ്യമായാലും. അപ്പോൾ ആ ഒരു അവസരം കിട്ടിയപ്പോൾ അത് പറഞ്ഞതാണ്. കളങ്കാവിൽ ഭയങ്കര നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. മമ്മൂക്കയായിട്ട് സ്ക്രീൻ ഷെയർ ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞാൽ ഭയങ്കര സന്തോഷമാണ്. പുള്ളി ഭയങ്കര സപ്പോർട്ടീവാണ്. നമുക്ക് എന്തെങ്കിലുമൊക്കെ തെറ്റുകളോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ സാറ് പറഞ്ഞു തരും. IFFK ഫസ്റ്റ് ടൈമാണ്. എനിക്ക് പടമൊന്നും സിനിമയൊന്നും കാണാൻ പറ്റിയിട്ടില്ല. പിന്നെ കുറേ ഫ്രണ്ട്സിനെയൊക്കെ കാണാൻ വേണ്ടിയിട്ട് ഈവനിങ് ഇറങ്ങിയതാണ്. കളങ്കാവിൽ ഭയങ്കര നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. മമ്മൂക്കയായിട്ട് സ്ക്രീൻ ഷെയർ ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞാൽ ഭയങ്കര സന്തോഷമാണ്. ഭയങ്കര എക്സൈറ്റ്മെൻറ്റോടുകൂടി ചെയ്ത ഒരു ക്യാരക്ടറാണ്. അത് ആദ്യമായിട്ടാണോ സിനിമയിൽ? എൻ്റെ 4th ഫിലിമാണ്. ഇതിന് മുന്നേ 3 സിനിമ ചെയ്തിട്ടുണ്ട്. മമ്മൂട്ടി എങ്ങനെ ഉണ്ടായിരുന്നു? ആ ഒരു കൂടെ ഉള്ള ഒരു അനുഭവം എങ്ങനെ ഉണ്ടായിരുന്നു? അതെ, പുള്ളി ഭയങ്കര സപ്പോർട്ടീവാണ്. നമുക്ക് എന്തെങ്കിലുമൊക്കെ തെറ്റുകളോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ സാറ് പറഞ്ഞു തരും. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. പടം ഇപ്പൊ ഇത്രയും വലിയ വിജയമായി. അതെ, അതിന്റെ ഒരു ഭയങ്കര സന്തോഷമുണ്ട്. നല്ല രീതിയിൽ പടം പോകുന്നുണ്ട്. പുതിയ പ്രോജക്റ്റ് വരുന്നുണ്ടോ? ഏതെങ്കിലും ഡിസ്കഷൻ നടക്കുന്നുണ്ട്. പുറത്ത് പറയാനായിട്ടില്ല. ഇല്ല, ആയിട്ടില്ല. ഒരു വീഡിയോ ഓഡിയോ ലോഞ്ചിൽ എന്തോ ഒരു വൈറലായിരുന്നു. അതിന്റെ ഒരു അനുഭവം എങ്ങനെയുണ്ട്? അത് ആക്ച്വലി ഉള്ളതാണോ അത് പറഞ്ഞ കാര്യം? അതെ, എനിക്കിവിടെ ഒരു കറുത്ത ഉണ്ണിയുണ്ട്, സാറിനും ഇതുപോലെ ഉണ്ട്. അത് എല്ലാവരും എന്തെങ്കിലും സംസാരിക്കാൻ പറയുമ്പോൾ എല്ലാവരും മമ്മൂക്കയോട് ചെയ്ത കൂടെ വർക്ക് ചെയ്ത 4 സിനിമ 3 സിനിമ എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് വർഷങ്ങളായിട്ട് ഞാൻ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമാണിത്. ഇത് സർജറി ചെയ്ത് മാറ്റുമെന്ന് പറയുമ്പോൾ ഞാൻ എപ്പോഴും പറയും മമ്മൂക്കയ്ക്കുള്ള സാധനമാണ്, പുള്ളിയുടെ ഭാഗ്യമാണ്. ചിലപ്പോൾ എനിക്കും ഇതൊരു ഭാഗ്യമായാലും. അപ്പോൾ ആ ഒരു അവസരം കിട്ടിയപ്പോൾ അത് പറഞ്ഞതാണ്. അങ്ങനെ പറയാറുണ്ടായിരുന്നു? അതെ, പറയാറുണ്ടായിരുന്നു. പൃഥ്വിരാജ് ഇടയ്ക്ക് പറയുന്ന പോലെ ആയല്ലോ ഇപ്പം. അതെന്താ? പൃഥ്വിരാജ് സാറിന് പറയും ഞാൻ ഭാവിയിൽ ഇങ്ങനെ ആളാവെന്ന് പറയും, അതുപോലെ ആവുന്നുണ്ടല്ലോ, അതേപോലെയാണോ അത്? ചിലപ്പം ആയിരിക്കും, ഭാഗ്യമായിരിക്കും അത്. മമ്മൂക്ക എന്ത് പറഞ്ഞത് കേട്ടിട്ട്? മമ്മൂക്ക ഞാൻ ചിരിച്ചു. എനിക്കപ്പോൾ കാണാൻ പറ്റില്ല. ഞാൻ വീഡിയോസൊക്കെ പിന്നെ കണ്ടപ്പോൾ പുള്ളി ഒരു നിഷ്കളങ്കമായ ഒരു ചിരിയായിരുന്നു. കാരണം പുള്ളി ഒട്ടും എക്സ്പെക്ട് ചെയ്തില്ല. എല്ലാവരും സിനിമയെ പറ്റിയൊക്കെ പ്രൊഫഷണൽ കാര്യങ്ങൾ പറയുമ്പോൾ ഞാൻ ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞപ്പോൾ പുള്ളി അത് ചിരിച്ചു. നല്ല വൈറലായിരുന്നു. അതെ. IFFK ആദ്യമാണോ വരുന്നത്? IFFK ഫസ്റ്റ് ടൈമാണ്. എനിക്ക് പടമൊന്നും സിനിമയൊന്നും കാണാൻ പറ്റിയിട്ടില്ല. പിന്നെ കുറേ ഫ്രണ്ട്സിനെയൊക്കെ കാണാൻ വേണ്ടിയിട്ട് ഈവനിങ് ഇറങ്ങിയതാണ്. ഈ വൈബ് എങ്ങനെയുണ്ട് അവിടുത്തെ? സൂപ്പറാണ്. ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് തന്നെ ഭയങ്കര എക്സൈറ്റ്മെന്റ് ഉണ്ട്. നല്ല രസമുണ്ട്. ട്രിവാൻഡ്രം തന്നെയാണോ സ്ഥലം? ട്രിവാൻഡ്രം കാര്യമാണ്. തന്നെയാണോ? ഇപ്പം നമ്മുടെ ദിലീപേന്റെ പടം റിലീസായിരുന്നു. പക്ഷേ കുറെ പേര് പടത്തെ ബഹിഷ്കരിക്കുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ലേഡി എന്ന നിലയ്ക്ക് ഈ ഒരു പടം കാണുമായിരുന്നു? ഞാൻ ഫസ്റ്റ് ഡേ ഒന്നും പടം കാണുന്ന ആളല്ല. റിവ്യൂസൊക്കെ വന്നിട്ട് നല്ലതാണെങ്കിൽ സിനിമ ഇപ്പോൾ ഒരാളുടെ മാത്രമല്ലല്ലോ. സിനിമ എന്ന് പറയുന്ന ഒരു കൂട്ടായ്മയുടെ ഇതാണല്ലോ. ഞാൻ റിവ്യൂസൊക്കെ വന്നിട്ട് നോക്കിയിട്ട് നല്ല റിവ്യൂ ആണെങ്കിൽ കാണും. അങ്ങനെയുള്ളൂ. അല്ല ദിലീപിനോട് വെറുപ്പോ അങ്ങനെ കാര്യങ്ങളോ അങ്ങനെയൊന്നുമില്ല? കാരണം ധാരാളം പേര് അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. അല്ല, പുള്ളിയോടുള്ള വെറുപ്പ് നമ്മൾ സിനിമയോട് കാണിക്കേണ്ട കാര്യമില്ല. പുള്ളിയോടുള്ള അഭിപ്രായം ഓരോരുത്തർക്കും വ്യത്യാസമായിരിക്കും. പക്ഷെ അത് നമ്മൾ സിനിമയോട് കാണിക്കേണ്ട എന്നുള്ളതാണ്. സിനിമ പുള്ളിയുടെ മാത്രമല്ല. സിനിമ ഒരുപാട് പേരുണ്ട്. ഇപ്പം ലാലേട്ടനും ഒക്കെ ഉള്ള ഒരു സിനിമയാണ്, ഒരു വലിയൊരു കാസ്റ്റുള്ള സിനിമയാണ്. അതിലുപരി ഒരുപാട് പേര് വർക്ക് ചെയ്ത ഒരു സിനിമയാണ്. അപ്പം അങ്ങനെ ഒരു വ്യക്തിയോടുള്ള വൈരാഗ്യം നമ്മൾ സിനിമയോട് കാണിക്കേണ്ട എന്നുള്ളതാണ് അഭിപ്രായം.